പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും എന്ന പുതിയൊരു വിവരത്തിലേക്കാണ് അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ ബുധനാഴ്ചയാണ് പരിഗണിക്കാൻ പോകുന്നത്. ഇനി ദിവസങ്ങളുണ്ട്. പോലീസ് രാഹുലിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട്. അതിനു മുമ്പ് അറസ്റ്റ് ചെയ്യുക എന്നൊരു മത്സരം രാഹുലും പോലീസും തമ്മിൽ ഉണ്ടാകുമോ? രതീഷ്, പീഡനക്കേസിൽ ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച മാത്രമാണ് പരിഗണിക്കുക. അല്പസമയം മുമ്പാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ ഈ ഹർജി എത്തിയത്. ഇന്നലെ ഹർജി ഫയൽ ചെയ്തതാണ്. ഇന്നാണ് കോടതി ഫയൽ സ്വീകരിച്ചത്. ബുധനാഴ്ച പരിഗണിക്കാനാണ് കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി കുറച്ച് ദിവസം കൂടി ഒളിവിൽ ഇരിക്കേണ്ടി വരും. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാൽ മാത്രമേ ഒരുപക്ഷെ പോലീസിന് അറസ്റ്റിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റൂ. നേരത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്യരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാം. അതിന് ഒരു തടസ്സന്യായങ്ങൾ ഒന്നുമില്ല. ഏതായാലും ബുധനാഴ്ച എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി തിങ്കളാഴ്ചയോ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നലെ രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞത് തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ്. പക്ഷേ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ബുധനാഴ്ച മാത്രമേ പരിഗണിക്കുകയുള്ളൂ. പ്രധാനമായും ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയെ പൂർണ്ണമായും നിരാകരിക്കുന്ന വാദങ്ങളാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ ആ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിശദ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് വിശദമായ വാദം കോടതി കേൾക്കും. അപ്പോൾ അതിലൊരു തീരുമാനം വരുമ്പോഴേക്കും ഏതാണ്ട് ഈ ആഴ്ച അവസാനമാകും. അതായത് തെരഞ്ഞെടുപ്പൊക്കെ കഴിയുന്ന സമയത്താകും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം വരിക. കാരണം കോടതി അത് ധൃതി പിടിച്ചെടുക്കുന്നില്ല എന്നതിന്റെ സൂചന കൂടിയാണ് ബുധനാഴ്ച മാത്രം പരിഗണിക്കുന്നത്. അതായത് തിരഞ്ഞെടുപ്പിന് മുൻപ് കുറെ കൂടി ഡ്രാമ നമ്മൾ ഒരുപക്ഷെ കാണേണ്ടി വന്നേക്കാം. അതായത് രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നാടകീയമായ സംഭവങ്ങൾ. രാഹുലിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ഇപ്പോൾ ജാമ്യ ഹർജി വരുമ്പോൾ? ഇപ്പോൾ പീഡന കേസുകളിൽ പലപ്പോഴും മുൻകൂർ ജാമ്യ ഹർജികൾ വരുമ്പോൾ അതിന്റെ ഒരു സാഹചര്യം മൊത്തത്തിൽ അതിന്റെ കേസിന്റെ ഏറെക്കുറെ മെറിറ്റിന്റെ ഒരു സ്വഭാവമൊക്കെ പരാമർശിച്ചുകൊണ്ട് ഹൈക്കോടതി ഉൾപ്പെടെ ഉത്തരവിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ അറിയാം ഇത് ഈ കേസ് കോടതിയിൽ നിൽക്കുമോ ഇല്ലയോ എന്ന്. അങ്ങനെ ഒരു സാഹചര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണല്ലേ? തീർച്ചയായിട്ടും. അതായത് മുൻകൂർ ജാമ്യാപേക്ഷ സ്വാഭാവികമായും അതിനകത്ത് വിശദമായ വാദം കേൾക്കേണ്ടി വരും. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ വരുമ്പോൾ പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി തന്നെ എതിർക്കും. അതൊരു ബലാത്സംഗ കേസാണ്. മാത്രമല്ല ബലാത്സംഗവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 4 വകുപ്പുകൾ തന്നെ ചേർത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഗർഭഛിദ്രം എന്ന് പറയുന്നത് ഗുരുതരമായ വകുപ്പാണ്. ഇതെല്ലാം ജീവപര്യന്തം തടവ് ലഭിക്കാവുന്ന ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല പ്രതി ഉന്നത സ്വാധീനശേഷിയുള്ള വ്യക്തിയാണ്. നേരത്തെ തന്നെ ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് പരാതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതി പുറത്തു നിന്നാൽ അതിജീവിതയ്ക്ക് ഭീഷണിയാണ് എന്നുള്ള വാദമടക്കം ഉന്നയിക്കുകയും ചെയ്യും. അതിൽ മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി 3ാമതൊരാൾ ഈ കേസിൽ ഇറങ്ങി. അയാളും പ്രതിയാണ് ഈ കേസിൽ. അപ്പോൾ സുഹൃത്ത് വഴി ഗർഭഛിദ്രം നടത്തി എന്നുള്ളതാണ്. അത് ഒരു ഗുരുതരമായ ആരോപണവും അതിന് ഈ ആൾ അവിടെ എത്തിയതിന് സംബന്ധിച്ചുള്ള തെളിവുകളുമൊക്കെ ആ പെൺകുട്ടി പോലീസിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ വാദത്തിനിടയിൽ കോടതിയിൽ വരും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്ന എതിർവാദങ്ങൾ അത് എത്രത്തോളം കോടതി അംഗീകരിക്കും എന്നുള്ളത് പ്രോസിക്യൂഷന്റെ വാദം, അതിനൊപ്പം തന്നെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്ന തെളിവുകൾ അടക്കമിരിക്കും. ഏതായാലും വിചാരണ ഘട്ടത്തിലുള്ള വീറും വാശിയുമുള്ള ഒരു വാദം പോലെ തന്നെയാകും മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അഭിഭാഷകൻ ഇന്നലെ പ്രതികരിക്കുമ്പോൾ തന്നെ അവർ ഇതിനകത്ത് ഈ മൊഴി പൂർണ്ണമായും അസാധുവാക്കുന്ന നിലപാടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വാദങ്ങളായിരിക്കും മുന്നോട്ട് വെക്കുക. ശരി, ബുധനാഴ്ചയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുള്ളൂ.